ആലപ്പുഴ കളർക്കോട് ഇന്നലെ രാത്രി KSRTC ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ആറ് പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 5 വിദ്യാർത്ഥികൾക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 5 പേരുടെയും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഉച്ചയോടുകൂടി പൊതുദർശനത്തിനായി വയ്ക്കും. അത് മെഡിക്കൽ കോളേജിൽ തന്നെയായിരിക്കും പൊതുദർശനത്തിനായുള്ള സംവിധാനം ഒരുക്കുകയും. അതേസമയം പരിക്കേറ്റവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ RTOയെ ചുമതലപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസും പ്രതികരിച്ചു. ഇന്നലെ രാത്രിയാണ് നാടിനെ നടുക്കിയ വാഹനാപകടമുണ്ടായത്. കനത്ത മഴയിൽ എതിർദിശയിൽ വരികയായിരുന്ന കാർ KSRTC ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ ഓവർലോഡ് ആയിരുന്നു എന്നത് സാക്ഷികളും പിന്നീട് പോലീസും സാക്ഷ്യപ്പെടുത്തി. 11 വിദ്യാർത്ഥികളായിരുന്നു ആ കാറിൽ സഞ്ചരിച്ചിരുന്നത്. അവരിൽ 5 പേരുടെ മരണമാണ് ഇതുവരെയായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് 6 പേർക്ക്, അതിൽ 2 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നതും. ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നതും. മിഥുൻ അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, ഈ പരിക്കേറ്റവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എപ്രകാരമാണ്? ആശുപത്രി എന്തെങ്കിലും അറിയിക്കുന്നുണ്ടോ? ഇപ്പോൾ മന്ത്രി പി പ്രസാദ് അല്പസമയം മുമ്പ് പരിക്കേറ്റവരുടെ സ്ഥിതിയെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. പരിക്കേറ്റവരെയെല്ലാം ആവശ്യമായവരെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മുതിർന്ന ഡോക്ടർമാർ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മറ്റ് ആശുപത്രികളിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഇവരെ മാറ്റേണ്ട സാഹചര്യം നിലവിലില്ല. ഇനി അഥവാ അത്തരത്തിൽ മാറ്റേണ്ട ആവശ്യം വരികയാണെങ്കിൽ അതും എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കും എന്നാണ് ഇപ്പോൾ മന്ത്രി പി പ്രസാദ് ഇപ്പോൾ മോർച്ചറിയിലെത്തി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. മൃതദേഹങ്ങൾ കണ്ടു, ഒപ്പം തന്നെ ബന്ധുക്കളെയും എല്ലാം കണ്ടിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ഇതിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളിൽ 2 പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന് കൃഷ്ണദേവും പിന്നെ കൃഷ്ണദേവ് അടക്കമുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഗൗരി ശങ്കർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് വാഹനം ഓടിച്ചിരുന്നത്. ആളുടെ കാല് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. വാഹനത്തിലുണ്ടായിരുന്ന ഷെയ്ൻ ഡെൻസ്റ്റൺ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് പരിക്കുകളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ അപകടത്തിൻ്റെ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഷെയ്ൻ ഒന്നും സംസാരിക്കുന്നില്ല. മാനസിക നില ആകെ ഒരു തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. മാനസികാവസ്ഥ തകർന്ന നിലയിലാണ് ഉള്ളത്. ആരോടും സംസാരിക്കാത്ത ഒരു ട്രോമയിലാണ് ഇപ്പോൾ ഈ വ്യക്തി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റുള്ളവരെല്ലാം തന്നെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലല്ല എന്ന് തന്നെ കരുതുന്നുണ്ട്. KSRTCയിൽ ഉണ്ടായിരുന്നവരും ഇത്തരത്തിൽ വലിയ പരിക്കുകൾ അവർക്ക് പറ്റിയിട്ടില്ല. അതിൽ 4 പേരാണ് KSRTCയിൽ ഉണ്ടായിരുന്ന 4 പേരാണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അതിൽ ഷീല എന്ന് പറയുന്ന 43 വയസ്സുള്ള താമലാക്കൽ സ്വദേശി ആയിട്ടുള്ള ഈ ഷീല എന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ എല്ലുകൾ ഒടിവുള്ളതിനാൽ ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റുള്ളവരൊന്നും പരിക്കുകൾ ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഓരോന്നായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. 12 മണിക്ക് മുൻപ് തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. അത് ത്വരിതമായ ഗതിയിൽ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആംബുലൻസുകളും ഇവിടെ സജ്ജമായിട്ടുണ്ട്. ആംബുലൻസുകളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പൊതുദർശന നടപടികളിലേക്ക് നീങ്ങും. പൊതുദർശനം എത്രയും പെട്ടെന്ന് തന്നെ 12 മണിയോട് കൂടി തന്നെ പൊതുദർശനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കരുതുന്നത്. കാരണം ഈ ഇത്രയും നാൾ കഴിഞ്ഞ ഏതാനും ഇന്നലെ വരെ ഒപ്പം പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ് പെട്ടെന്നൊരു അകാലത്തിൽ പൊലിഞ്ഞത്. ഏറെ താങ്ങാനാവാത്ത ദുഃഖമാണ് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അവർ പഠിച്ചിരുന്ന അതേ ആശുപത്രിയിലേക്കാണ് അവരുടെ മൃതശരീരങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജ് പരിസരമാകെ അത്യന്തം
ദുഃഖഭരിതമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ഇന്ന് പൊതുദർശനം 12 മണിയോടുകൂടി തന്നെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊതുദർശനം നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. സംസ്കാര ചടങ്ങുകളുടെ കാര്യവും പല ഇടങ്ങളിലും ഇന്നും നാളെയുമായിട്ടാണ് ഈ 5 വിദ്യാർത്ഥികളുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവിധ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പൊതുദർശനവും പൂർത്തിയാക്കിയാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് കടത്തിവിടും. ഇതിൽ ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം മാത്രമാണ് നാട്ടിലേക്ക് കൊണ്ടുപോകാനാകാതെ എറണാകുളം ജുമാ മസ്ജിദിൽ തന്നെ നടത്തുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും അത്തരം നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പരിക്കേറ്റവരുടെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മന്ത്രി അടക്കം നമ്മളിപ്പോൾ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകളിലേക്ക് കടക്കേണ്ടതില്ല. ഗുരുതരമായി തുടരുന്നുണ്ടെങ്കിലും അവരെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റേണ്ട ആവശ്യകത ഇപ്പോഴില്ല. നിലവിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതേസമയം തന്നെ മറ്റൊരു വിശദാംശം എന്ന് പറയുന്നത് അപകട സ്ഥലം MVD സംഘം സന്ദർശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടം നടന്ന സ്ഥലത്ത് ഈ വാഹനവുമെല്ലാം MVDയുടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ ഓവർലോഡ് തന്നെയാണ് ഈ അപകടത്തിൻ്റെ ആഘാതം ഉയർത്തിയത് എന്നാണ് ഇപ്പോൾ NVD സംഘത്തിൻ്റെ ഒരു പ്രാഥമിക നിഗമനം നടത്തിയിരിക്കുന്നത്. വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുമായി സംസാരിച്ച ശേഷമാണ് ഈ ഉദ്യോഗസ്ഥർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സ്ഥലവും ഈ അപകടത്തിൽപ്പെട്ട 2 വാഹനങ്ങളും പരിശോധന നടത്തുകയുണ്ടായി. ഈ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയത്. 2010 മോഡൽ ടവേര കാറാണ് അപകടത്തിൽപ്പെട്ടത്. 7 പേർക്ക് സഞ്ചരിക്കാവുന്ന വാഹനത്തിൽ 11 പേരാണ് ഉണ്ടായിരുന്നത്. വളരെ ഇടുങ്ങിയ നിലയിലായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത്. തിങ്ങി നെരുങ്ങിയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപകടമുണ്ടായപ്പോൾ തന്നെ അതിൻ്റെ ഓവർ സ്പീഡ് അല്ലാഞ്ഞിട്ട് കൂടി അപകടമുണ്ടായപ്പോൾ വലിയ ആഘാതമുണ്ടായി. അതുതന്നെയാണ് ഇത്തരത്തിൽ 5 പേരുടെ മരണത്തിലേക്ക് നയിക്കുകയും ഗുരുതരമായിട്ടുള്ള പരിക്കുകളിലേക്ക് മറ്റുള്ളവർക്ക് നീങ്ങുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പ്രാഥമികഘട്ട പരിശോധനയാണ് നടത്തിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് ജനം TVയോട് വ്യക്തമാക്കിയിരുന്നു. MVDയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് തന്നെ ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച മന്ത്രി P. പ്രസാദ് വ്യക്തമാക്കുകയും ഉണ്ടായി. ശരി, ഇതിൽ വിശദമായ അന്വേഷണം പോലീസ് തലത്തിൽ നടക്കുന്നത് മാത്രമല്ല ഈ പരിക്കേറ്റവരുടെ നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന മന്ത്രിയുടെ വാക്കുകൾ അത് ആശ്വാസത്തിന് പകയും നൽകും.